അപ്പോൾ മണ്ഡലത്തിൽ ഇപ്പം മുകേഷ് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് ചിലർ പറയുന്നു. എൻ കെ പ്രേമേന്ദ്രൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താ? പ്രേമേന്ദ്രൻ ചെയ്തണക്കെന്ന് ഈ നിയമസഭയിലല്ലേ മുകേഷ് ഇരുന്നിട്ടുള്ളൂ. അതെ, കേന്ദ്രത്തോട്ട് പോകാൻ പോകുന്നതാണ് വന്നിരിക്കുന്നത്. അതെ, അയാള് ജയിക്കത്തില്ല, അയാളെ കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല. ആണ് ഈ അയാൾക്ക് സിനിമയിലും സീരിയലിലും അഭിനയിക്കാൻ സമയം കിട്ടാതെ കിടക്കുക. അതെ, പിന്നെ എങ്ങനെ ഭരണത്തിൽ വന്ന് എന്തോ ചെയ്യാൻ അയാള് എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ചെയ്യത്തില്ല. ഓക്കെ, അപ്പം മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സ്വഭാവം ഏകദേശം ഈ പരിസരത്ത് UDF ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ആര് ജയിച്ചു വന്നാലും അടിസ്ഥാനമായി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നില്ല അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ രാവിലെ 3 മണിക്കല്ലേ, 3 മണിക്ക് പോയി 9 മണിക്ക് തിരിച്ചു വരുമ്പോൾ 1500 രൂപയുടെ മീനെ ഇവർക്ക് കിട്ടുന്നുള്ളൂ. 2000 രൂപയുടെ എണ്ണ അടിക്കണം. 6 കുടുംബങ്ങൾ ഈ ബോട്ടിലെ ഈ 1500 വെച്ച് ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രമാത്രം വലിയ റിസ്ക്കാണ്. നമ്മൾ കടലിൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളൊക്കെ തള്ളുമെങ്കിലും കാര്യമൊന്നുമില്ല. പലരുടെയും ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ്. മറ്റുള്ളവരുടെ ജീവിതം മാറുന്നത് പോലെ തീരദേശത്തെ ആളുകളുടെ ജീവിതം മാറുന്നില്ല. പഴയ അതേ അവസ്ഥ, അതേ മുണ്ട്, അതേ ഉടുപ്പ്, അതേ സമയം, അതേ ജോലി. നമ്മളെ യൂണിഫോം ആണ് ഇത്. ഉള്ള ചേറും ചെളിയും എല്ലാം കഴിഞ്ഞാൽ വരും. ഇനിയിപ്പോ കുളിച്ച് വെള്ള കളറായിരുന്നു കണ്ട പല വാങ്ങിക്കൊണ്ട് കണ്ടോ ഈ ഡ്രസ്സിലൊക്കെ സോപ്പിനുള്ള കാശ് പോലും ഇല്ല. ഈ ചെളിയൊക്കെ ഇത് കഴുകാനുള്ള സോപ്പിനുള്ള പൈസയെങ്കിലും കിട്ടിയാൽ മതിയില്ലെന്നാണ്. യഥാർത്ഥത്തിൽ അത്ര ലളിതമല്ല കേട്ടോ. നമ്മളിത് ലളിതമായിട്ട് അവതരിപ്പിക്കുന്നുവെങ്കിലും അത്ര ലളിതമല്ല തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. എനിക്കിനിയും മനസ്സിലാവാത്തത് ഇത്രയും സമൃദ്ധമായ തീരദേശമുള്ള നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇതൊരു എഫക്റ്റീവ് പാക്കേജ് നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നരായ മനുഷ്യർ ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഭവമായ കടൽ മത്സ്യ വിഭവങ്ങൾ കഴിക്കുന്നവരാണ്. ആ കടൽ മത്സ്യ വിഭവങ്ങൾക്ക് വിപണിയിൽ വില കൂടുതലാണ്. പല മത്സ്യത്തിനും നല്ല വിലയാണ്. റെസ്റ്റോറന്റിൽ പോയി നമ്മൾ മീൻകറി വാങ്ങാൻ പോകുമ്പോഴേ അതിന്റെ വില അറിയുന്നത്. പക്ഷെ അതിന്റെ ഒരു ആനുകൂല്യം ഇവിടെ കൊണ്ടുകൊടുക്കുന്നതിന് നമുക്ക് വില കിട്ടാറില്ല. കൊണ്ടുപോകുന്നവർക്കാണ് കാശ് മുഴുവൻ കിട്ടുന്നത്. എന്തായാലും അധ്വാനിക്കുന്നതും ജീവൻ പണയം വെച്ച് ഈ പണിയിൽ ഏർപ്പെടുന്നതും ഈ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ഒരു സമഗ്രമായ വികസനത്തിനുള്ള പാക്കേജ് നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പുതിയ തലമുറ ഇനി ഈ പണി വരത്തില്ല. ഈ കഴിഞ്ഞ ഈ തലമുറ കഴിഞ്ഞ പിന്നെ ജോണേട്ടന്റെ മക്കൾ എന്താ ചെയ്യുന്നത്? മക്കള് മക്കൾ ഒരുത്തൻ വെളിയിൽ പോയി കേട്ടോ. അദ്ദേഹം ഈ തൊഴിലില്ല. വേറൊരാളോ? തമിഴ്നാട്ടിൽ കടിച്ചിരിക്കുക. ഒരു തമിഴ്നാട്ടിൽ എന്താ പരിപാടി? കെട്ടിച്ചാ? അപ്പൊ നോക്കാം. അപ്പൊ ജോണേട്ടന്റെ കുടുംബത്തിൽ ഇനി ആരും ഈ മത്സ്യത്തൊഴിലാളി പരിപാടിക്കില്ല. ചേട്ടന്റെ കുടുംബത്തിലോ? എന്റെ കുടുംബത്തിൽ എനിക്ക് 2 പിള്ളേരാണ്. ഭാര്യ ഞാനും 2 മക്കള്. രണ്ടുപേരെ 2 ഭാഗത്താക്കി. രണ്ടുപേരും അവരും മത്സ്യത്തൊഴിലാളി മേഖലയിലില്ല. ചെറുക്കം വെളിയിൽ നിന്ന് വന്നപ്പോ വള്ളത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. വള്ളത്തിൽ പോകുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇത് ലാഭമില്ലെങ്കിൽ അവരാരും നിൽക്കില്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചെയ്യുന്ന പണിക്കൊരു ലാഭം ഉണ്ടാവുന്നില്ലെങ്കിൽ, അവരുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ ആരും പിന്നെ പണി തുടരില്ല. പ്രത്യേകിച്ച് ഇത്രയും റിസ്ക് ഉള്ളൊരു പണിയാണ്. വലിയ കുത്തകകൾ കടലിൽ വന്ന് വലിയ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ തൊഴിൽ തന്നെ അന്യം നിന്ന് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള പോകാം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ പോർട്ടിൽ ഇറങ്ങും. നമ്മളിപ്പോൾ കടലിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത്. പുലിമുട്ടുള്ളത് കൊണ്ടാണ് വലിയ തിര നമ്മൾ അറിയാത്തത്. അപ്പോൾ എന്താണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നമെന്ന് പ്രേക്ഷകർ മനസ്സിലായല്ലോ. അവർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നില്ല. ഏത് മുന്നണി വന്നാലും അതാണ് അവസ്ഥ. എങ്കിലും ഈ മണ്ഡലത്തിലും രാഷ്ട്രീയമുണ്ട്.